ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് MX പ്ലെയർ എന്ന് പറയുന്ന ഒരു വീഡിയോ പ്ലെയറിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ട്രിക്കാണ്. MX പ്ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഏകദേശം 90% മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികളും ഉപയോഗിക്കുന്ന ഒരു വീഡിയോ പ്ലെയറാണ് MX പ്ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഓഡിയോ വീഡിയോ ഫോർമാറ്റിലും ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പ്ലെയർ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും നല്ല നല്ല അഡ്വാൻസ് ഫീച്ചേഴ്സുകളും ഈ ഒരു MX പ്ലെയറിലുണ്ട്. MX പ്ലെയർ ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പ്ലെയർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് MX പ്ലെയർ ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു ചെറിയ ട്രിക്കാണ്. അതായത് നമ്മളെല്ലാവരും വീഡിയോസുകൾ MX പ്ലെയർ വഴി കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ വീഡിയോസുകൾ ഏതെങ്കിലുമൊക്കെ MX പ്ലെയർ വഴി കാണുമ്പോൾ അതിൽ നമുക്ക് വീഡിയോയുടെ സൗണ്ട് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, സൗണ്ട് ഒട്ടും കിട്ടുന്നില്ല, സൗണ്ട് കുറച്ചും കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സൗണ്ട് ഡബിൾ ആക്കാൻ സാധ്യമാകും. അത് ഒരു MX പ്ലെയർ വഴി കാണുന്ന വീഡിയോസുകൾക്ക് സൗണ്ട് ഡബിൾ ആക്കാനും അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കൂട്ടുവാനും നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് മൊബൈൽ സംബന്ധമായിട്ടുള്ളതും ടെക്നോളജി പരമായിട്ടുള്ളതുമാണ്. അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധ്യമാകും. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകും. അപ്പോൾ നമുക്ക് MX പ്ലെയർ വഴി കാണുന്ന വീഡിയോകളുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ടിൻ്റെ വോളിയവും എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ MX പ്ലെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ MX പ്ലെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധ്യമാകും. ഏറ്റവും വലത് സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധ്യമാകും. MX പ്ലെയറിൻ്റെ മെനു ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയായിട്ട് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയായിട്ട് വോളിയം ബൂസ്റ്റ് എന്ന് പറയും, ഏകദേശം മൂന്നാമതായിട്ട് വോളിയം ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ടിക്ക് മാർക്ക് ഇട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. ആ ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും ഓഡിയോ വോളിയം ക്യാൻ ബി ബൂസ്റ്റ് അപ് ടു 200% നിങ്ങൾക്കത് വോളിയം ബൂസ്റ്റ് ചെയ്യാൻ സാധ്യമാകും. നിങ്ങൾ കാണുന്ന വീഡിയോസുകളുടെ വോളിയം ബൂസ്റ്റ് ചെയ്യാൻ സാധ്യമാകും. അത് പക്ഷേ നമുക്ക് HW++ ഓർ SW ഡിക്കോഡറിൽ മാത്രമേ ഈ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡെക്കോഡറിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോകുക. അതിനുശേഷം സെറ്റിംഗ്സ് ഒന്നുകൂടി എടുക്കുക. അതായത് നമ്മുടെ MX പ്ലെയറിൻ്റെ മെനു ഓപ്ഷൻ എടുത്തതിന് ശേഷം വീണ്ടും സെറ്റിംഗ്സ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡിക്കോഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ HW+ ഡിക്കോഡർ ലോക്കൽ എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ HW+ ഡിക്കോഡർ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ, ഈ രണ്ട് ബോക്സും നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ട് എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ MX പ്ലെയർ വഴി നിങ്ങൾ ഏതെങ്കിലും വീഡിയോസുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധ്യമാകും, ഏകദേശം നേരത്തെ 15 വരെ മാത്രമേ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ എങ്കിൽ ഇപ്പോൾ 30 വരെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെക്കോഡർ മാറിക്കിടക്കുന്നതായിരിക്കും. അത് മാറ്റുന്നതിനായിട്ടും നിങ്ങൾ വീഡിയോ പ്ലേ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ മുകളിൽ HW എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധ്യമാകും. നിങ്ങൾ അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ആ HW എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് HW+ ഡിക്കോഡറിലോ SW ഡിക്കോഡറിലോ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വോളിയം കൂട്ടുവാൻ സാധിക്കും എന്നുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ